Good morning, sir. Good morning to all. Morning. Morning. Good morning, Morning. Vinita. Good morning, Nikesh. Good morning, Navya. Morning, sir. Good morning, LS. റൂട്ടീൻ മാറിയിട്ടുള്ള ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് കൈപൊക്കിക്കേ. വിനീത മാറിയിട്ടില്ല, റൂട്ടീൻ മാറിയിട്ടില്ല, അതെനിക്കറിയാം. അതായത് രാവിലെ 5:30 എണീക്കുന്നത്. ആ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല. നമ്മൾക്ക് നമ്മളുടെ സർക്കേഡിയൻ റിതംസ് എന്ന് പറയും. സർക്കേഡിയൻ റിതംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ഒരു ദിവസത്തെ സ്ലീപ്പ് സൈക്കിൾ നമ്മളുടെ ബോഡിയിൽ റെഗുലേഷന് നല്ലതാണ് അത് ആക്ച്വലി. സോ ഇറ്റ് ഡസ് എ ലോട്ട് ഓഫ് ഹെൽപ്പ്. ഇതനുസരിച്ച് നമ്മളുടെ കറക്റ്റ് ടൈമും സ്ലീപ്പും സെറ്റ് ആകും എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അവർ ജോയിൻ ചെയ്യും. ഓക്കെ, സോ good morning and welcome back to day 2 of gratitude practice and affirmations. So ഇന്ന് നമ്മൾ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഡേ 2 ആണെങ്കിലും നമ്മൾ ആക്ച്വലി ഇന്നലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൂട്ടുന്നത് കാരണം ഇന്ന് തൊട്ടാണ് ദ റിയൽ ഫാക്ടർ വരുന്നത്. സോ ഇന്നലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ഹൈലൈറ്റ് തന്നു, നമ്മൾ എന്തായിരിക്കും ചെയ്യണേന്ന് പറഞ്ഞു, പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഇനി നമ്മൾ ഡെയിലി വിത്തിൻ ദ നെക്സ്റ്റ് 10 days, ഫസ്റ്റ് 10 days നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പല രീതിയിലും പ്രാക്ടീസ് ചെയ്യാം. ബട്ട് യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ആദ്യം സെൽഫ് അവയർനെസ് വേണം, സെൽഫ് ആക്സെപ്റ്റൻസിലേക്ക് അത് കടക്കണം. എന്നാൽ മാത്രമേ സെൽഫ് ഡിസ്കവറിയിലേക്ക് നമുക്ക് പൂർണ്ണമായും എത്താൻ പറ്റുള്ളൂ. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു അവയർനെസ് ആണ്. ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എങ്ങനെയാണ്, എൻ്റെ ഏരിയാസ് ഓഫ് ചേഞ്ച് എവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ബേസിക് ആണ് നമുക്ക് വേണ്ടത്. ഒരു ലൈഫ് ഇവാലുവേഷൻ, ഒരു സ്റ്റേറ്റസ് ഇവാലുവേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ആ ഒരു സ്റ്റേറ്റസ് ഇവാലുവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഗോൾസ് വെക്കും, പക്ഷെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഗോൾസ് നമ്മൾ വെക്കും, നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയോ നമ്മൾ ഫോക്കസ് തെറ്റിപ്പോകും. നമുക്ക് എപ്പോഴും പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ ഗോൾസ് വെക്കും, അത് റിയലിസ്റ്റിക് ആണെങ്കിൽ പോലും നമ്മൾക്ക് തന്നെ ഡിസപ്പോയിന്റ്മെന്റ് വരും. ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്, എനിക്ക് അതെന്തുകൊണ്ട് എത്തിക്കാൻ പറ്റാത്തത്, എനിക്കറിയാം ഞാനിത് ചെയ്യണം എന്നുള്ളത്, ബട്ട് ചെയ്തു തുടങ്ങുമ്പോൾ എവിടെയോ പതറിപ്പോകും. അതാണ് പ്രശ്നം പറ്റുന്നത്. അപ്പോൾ സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. സെൽഫ് അവയർനെസ് എന്താണ്? ബേസിക്കലി ഞാൻ ആരാണ്, ഓക്കെ, എൻ്റെ റിസോഴ്സസ് ഒക്കെ എന്താണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അത് ഫിസിക്കലോ ഇമോഷണലോ ഏത് രീതിയിൽ വേണമെങ്കിലും, എല്ലാം സപ്പോർട്ട് സിസ്റ്റംസ് ആകാം, എല്ലാം റിസോഴ്സസ് ഇൻ ഫിസിക്കൽ സെൻസ് ആകാം. അതായത് വീട്, ഇപ്പോ എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ഫയൽ എനിക്കൊരു റിസോഴ്സ് ആണ്.
കാരണം ഈ ഒരു ഫയലിലാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം ഇരിക്കുന്നത്. ഈ ഫയല് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ലെറ്റ്സ് നാളെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം, നടക്കില്ല. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സെറ്റ് ആക്കി വേറെ അപ്ലൈ ചെയ്ത് എന്നാലേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. സെയിം പോലെ തന്നെയാണ്. സോ ഒരു സെൽഫ് അവയർനെസ് ആദ്യം ബിൽഡ് ചെയ്യണം. സോ നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും ഒരു ബുക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിലൊന്ന് പ്രോംപ്റ്റ് ചെയ്യാം. എഴുതണ്ട, എഴുതാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും സമയം തരും. ഞങ്ങൾ എല്ലാ ദിവസവും സമയം തരും. ഹായ് ആശ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മനസ്സിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിലേക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഇപ്പോ എനിക്ക് എന്നെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോ എൻ്റെ ഇവാലുവേഷൻ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിച്ചില്ലെങ്കിൽ, അത് വേറെ ആരെങ്കിലും തെറ്റാണോ? ഞാൻ തന്നെയല്ലേ അതിന് ഉത്തരവാദി? എനിക്ക് എന്നെ കുറിച്ച് ഒരു 3 or 5 സെന്റൻസസ് നിർത്താണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഞാൻ തന്നെയാണ്. ഇപ്പോ ഇത് ചോദിക്കാനോ പറയാനോ കാരണം വേറെ ഒന്നുമല്ല. ഒറ്റയടിക്ക് ആരെങ്കിലും ചോദിക്കുക, ഹലോ നമസ്കാരം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, ഏതെങ്കിലും ഒരു ഗ്യാതറിംഗിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് പതറാറില്ലേ? എൻ്റെ പേര് എൽവിസ്. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും തന്നെ അവിടെ വെച്ച് നമ്മളുടെ ഒരു സെൽഫ് അവയർനെസ് പോയി. കാരണം യു ആർ ഡൗട്ടിങ് യുവർ സെൽഫ്. നമ്മളെ കുറിച്ച് കോൺഫിഡൻ്റിൽ സംസാരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേർ ആർ വി ഇൻ ലൈഫ്? സോ ഹൂ ആം ഐ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ അവയർനെസ് ക്വസ്റ്റ്യൻ, എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, സ്റ്റേറ്റ്, സാഹചര്യം എന്താണ്? അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. വാട്ട് ഈസ് മൈ കറണ്ട് സിറ്റുവേഷൻ, മൈ കറണ്ട് സ്റ്റേറ്റ്? ഞാനിപ്പോ ആയിരിക്കുന്ന സാഹചര്യം എന്താണ്? ഒന്നല്ലെങ്കിൽ ഫിസിക്കൽ ആകാം, ഇമോഷണൽ ആകാം, സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആകാം. നമ്മൾക്ക് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇവാലുവേഷൻ ആണത്. ഈ കറണ്ട് ഇവാലുവേഷൻ എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? ഒരു കമ്പാരിസന് വേണ്ടി. നമ്മൾ എത്തിച്ചെല്ലേണ്ട ഒരു സ്ഥലം ഇപ്പൊ നിൽക്കുന്ന സ്ഥലം അല്ലേ? നമ്മൾ പറയില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡാർക്ക്നെസ് ആൻഡ് വേർ ദർ ഇസ് ലൈറ്റ്. ഇത് തന്നെയാണ്. ഹായ് സിമി, ഗുഡ് മോർണിംഗ്. യെസ്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജോയിൻ. സോ ലൈറ്റിന്റെ അഭാവത്തിലാണ് ഡാർക്ക്നെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെയിം പോലെ തന്നെയാണ് നമ്മൾ എപ്പോഴെങ്കിലും സാഡ്നെസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്കൊരു കണ്ടിന്യൂസ് ഫീലിംഗ് എപ്പോഴും ഉണ്ടെങ്കിൽ ദർ ഇസ് നോ കമ്പാരിസൺ. സോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും ഇനി വരാൻ പോകുന്ന കറണ്ട് സിറ്റുവേഷൻ അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഫസ്റ്റ് കമ്പാരിസൺ സോൺ നമ്മൾ മാർക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് വാട്ട് ഇസ് മൈ കറണ്ട് സ്റ്റേറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെരി സിമിലർ ആണ്. വാട്ട് ആർ ദി ഐഡന്റിഫൈഡ് ഏരിയാസ് ഓഫ് ചേഞ്ച്? വാട്ട് ഇസ് യുവർ ഏരിയാസ് ഓഫ് ചേഞ്ച്? എനിക്ക് ചേഞ്ച് വരുത്തേണ്ട ഏരിയാസ് എന്താണ്?
എൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ ആദ്യം ചെക്ക് ചെയ്തു, മനസ്സിലാക്കി, അവെയറായി. അതിൽ ഞാൻ മാറ്റേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? കാരണം ഈ മാറ്റേണ്ട ഏരിയാസ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഗോളിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി നമ്മൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാ ഗ്രേറ്റ്ഫുൾ ആകുന്നത്? നമ്മൾ എന്തിനാ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? വെരി സിമ്പിൾ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ആൾക്കാർ ചെയ്തു തന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് നമ്മൾക്ക് ഓർത്തെടുത്ത് നമ്മൾക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് അക്നോളേജ് ചെയ്ത് താങ്ക്സ് പറയാനായിട്ട് കുറെ പോസിറ്റീവ് ഇമോഷൻസ് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ടേംസിൽ. സോ ഈ ആക്ട്സ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആകണമെങ്കിൽ, നമ്മളുടെ കൂട്ടത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനോട് ഗ്രേറ്റ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഏരിയാസ് ഓഫ് ചേഞ്ച് മനസ്സിലാക്കണം. നമ്മുടെ ഫസ്റ്റ് കമ്പാരിസൺ സ്റ്റേജ് മനസ്സിലാക്കണം ഗ്രേറ്റ്ഫുൾ ആകണതിന്. അതിന്റെ ഫസ്റ്റ് ചേച്ചി ഗുഡ് മോർണിംഗ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൽഫ് അവയർനെസ്. സോ ഇനി ജേർണൽ എൻട്രി എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറയാം. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, പുസ്തകം എടുക്കുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ പുസ്തകമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഡയറി ആയിട്ട് വെക്കാം. ഡയറി നമ്മുടെ സാധാരണ ചിൽഡ്രൻസ് ബുക്കും നല്ല വ്യത്യാസമുണ്ട്. നമ്മളുടെ മെന്റാലിറ്റിയിലാണ് അത് ഇരിക്കുന്നത്. നമ്മൾക്ക് ഒരു ഡയറി എൻട്രി എന്ന് പറയുമ്പോൾ അതിനൊരു പവർ ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. സാധാരണ ചിൽഡ്രൻസ് ബുക്കിന് എന്താ വ്യത്യാസം? നമ്മുടെ മൈൻഡ് ഒരു അടിപൊളി പവർ ഹൗസ് ആണ്. എന്താണ് അത് തീരുമാനിക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ ചിലപ്പോ നിശ്ചയിക്കാൻ പറ്റില്ല. അത് വാട്ട് ഇസ് കേപ്പബിൾ എന്നുള്ളത് നമുക്ക് ഒട്ടും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം ഞാൻ തരാം. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കി വെക്കാവോ? കഴിയുമെങ്കിൽ, പറ്റുമെങ്കിൽ, സാഹചര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സെൽഫ് അവയർനെസ്സിൽ ഒരു ഭാഗം നമുക്കിത് പറയാം. ഹൗ മച്ച് ആർ യു കംഫർട്ടബിൾ വിത്ത് ഷോയിങ് ആൻഡ് പ്രസന്റിങ് യുവർ സെൽഫ്? ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. വിനീതനോട് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ചോദിച്ചതാണ്, റോട്ടിൽ കൂടി നിങ്ങൾ നടക്കുമ്പോൾ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് എനിക്ക് ആൻസർ തരണേ. ഓക്കെ, റോട്ടിൽ കൂടി നിങ്ങൾ നടക്കുവാണ്. ഓക്കെ, ഒരു ആള് കോട്ടും സൂട്ട് ഇട്ടിട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടും സൂട്ട് ഇട്ടിട്ട്, കുറച്ച് പുസ്തകങ്ങളും കയ്യിലൊരു ഷീറ്റ് ഓഫ് പേപ്പേഴ്സും പിടിച്ചിട്ടുണ്ട്. എന്ത് പ്രൊഫഷൻ ആയിരിക്കും ഇയാൾ ചെയ്യുന്നത്? എന്തായിരിക്കും ഇയാളുടെ വർക്ക്? കോട്ടും സൂട്ടും ബ്ലാക്കും വൈറ്റും കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന ഒരാള് ലോയർ ആയിരിക്കാം. സെയിൽസ്മാൻ ആയിക്കൂടെ? ആവാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടുന്ന എല്ലാരും ലോയേഴ്സ് അല്ലല്ലോ. അല്ല അല്ല, പ്രൊഫഷൻ എന്താണെന്നുള്ള അറിയാൻ പറ്റണമെന്നില്ലല്ലോ. അതെ, വേഷത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സോ വെരി സിമ്പിൾ. ഞാൻ പറയുന്നത് നമ്മളുടെ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യുന്നത് പാറ്റേൺസ് ആണ്. പാറ്റേൺസിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആക്ച്വലി സ്കീമാസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു മെന്റൽ ഫ്രെയിംവർക്ക്, മെന്റൽ പിക്ചർ നമുക്ക് തരും. സോ ദ ഫസ്റ്റ് വൺ ഇസ് ടേക്ക് എ ബുക്ക്, ടേക്ക് എ ജേർണൽ, ഇറ്റ് ക്യാൻ ബി എ ഡയറി. ഒരു ഡയറി ആകാം, ഇല്ലാന്നുണ്ടെങ്കിൽ എ ബുക്ക്, എനി ബുക്ക്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം, നിങ്ങളുടെ സീക്രട്ട് ബുക്ക് ആയിരിക്കണം ഫോർ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, സോ എടുക്കുക, ഫസ്റ്റ് പേജ് എടുക്കുക, ഓപ്പൺ ഇറ്റ്.
റൈറ്റ് യുവർ നെയിം. അത് ചുമ്മാ എഴുതരുത്. ദിസ് ഇസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അല്ലെങ്കിൽ ദിസ് എന്നിട്ട് യു ക്യാൻ റൈറ്റ് കോമ യുവർ നെയിം ആൻഡ് മൈ നെയിം ഇസ്. നിങ്ങൾക്ക് എന്താണ്, എങ്ങനെ എഴുതണം? ഞാനിവിടെ സാമ്പിൾ കാണിക്കാത്തത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഓതന്റിസിറ്റി പോകും. ഞാൻ ആക്ച്വലി ഓർത്തു ഞാനൊരു സ്ലൈഡ് ഷോ കാണിക്കാമെന്ന്, ബട്ട് ഞാൻ അതിപ്പോ കുറച്ചു നേരം മുമ്പ് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല. ഓതന്റിസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഞാൻ തന്നായിരുന്നു അതിൻ്റെ അകത്ത്, ബട്ട് അവിടെ ഓതന്റിസിറ്റി നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാനായിട്ടുള്ള കാരണങ്ങളിൽ ഒരു ചെറിയ ഡോസ് കുറയും. വെരി സിമ്പിൾ. ഇതെന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, എൻ്റെ പേര് ഇന്നത്. ഇതെന്റെ എക്സാമ്പിൾ ആണ്. എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മൈ നെയിം ഇസ് എൽവിസ് ലൂക്കസ് ആൻഡ് ദിസ് ഇസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നേരെ സെന്റൻസ് ഓപ്പോസിറ്റ് ആക്കി, ദാറ്റ്സ് ഓൾ. ഇതാണ് എന്റെ സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് പോയറ്റിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു നറേറ്റീവ് രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എഴുതിയോ? എഴുതിയെങ്കിൽ നിങ്ങൾ ആ താഴത്തുള്ള റിയാക്ഷനോ അല്ലെങ്കിൽ യെസ് ഒരു തംസപ്പ് തന്നാലും മതി. 1 2 3 യെസ് യെസ് ഓക്കെ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. അപ്പോ പേരെഴുതി അല്ലേ? പേരെഴുതി. ഇനി നെക്സ്റ്റ് ന്യൂ പേജ്. നിങ്ങളുടെ ഫസ്റ്റ് എൻട്രിയിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. എടുത്തിരിക്കുന്ന ഒരു പേജ്, അതൊരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരിക. ഓക്കെ, ഇറ്റ് ഇസ് എ ഫസ്റ്റ് ചാപ്റ്റർ. സോ അവിടെ ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതുക. ചിലവർക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതാനായിരിക്കും, ചിലവർക്ക് റൈറ്റ് സൈഡിൽ എഴുതാനായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ഡേറ്റ് എഴുതുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എലാബറേറ്റ് ചെയ്ത് എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിനോട് ഇമ്പോർട്ടൻസ് വരുന്നു. മനസ്സിലായോ? അപ്പോ 2nd December 2025 ഇല്ലെങ്കിൽ 2/12/2024 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെ വേണമെങ്കിലും എലാബറേറ്റ് ചെയ്യുന്തോറും നിങ്ങൾക്ക് കൂടുതൽ ഓപ്പൺനെസ് കിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് എ ലെവൽ ഓഫ് ഓപ്പൺനെസ്. മനസ്സിലായോ? എഴുതിയോ? ഇനി എൻട്രിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഞാനിപ്പോ ലൈഫിൽ എവിടെയാണ് നിൽക്കുന്നത്? ഒരു 3 4 5 സെന്റൻസസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതാം. എന്റെ ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പൊ എഴുതാണോ സർ? അതെ, എഴുതിക്കോ. ഞാൻ ഇപ്പോ എൻ്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ സ്ഥലം പറയാം, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയാം, എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയാം, എൻ്റെ മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയാം, എൻ്റെ ഇന്റലക്ച്വൽ സ്റ്റേറ്റസിനെ കുറിച്ച് പറയാം, എൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പറയാം, സ്വഭാവങ്ങൾ, എൻ്റെ ലാംഗ്വേജ് പാറ്റേൺസിനെ കുറിച്ച് പറയാം, എനിക്ക് പഠിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്റലക്ട്,
അതിൻ്റെ അകത്ത് ആപ്റ്റിറ്റ്യൂഡും വരാം, ആറ്റിറ്റ്യൂഡും വരാം. എൻ്റെ ഫാമിലി സ്റ്റേറ്റസ് വരാം. സോഷ്യൽ സ്ഫിയേഴ്സിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് നമുക്ക് പറയാം. വാട്ട് ഇസ് മൈ സോഷ്യൽ സ്റ്റേറ്റസ്? എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എനിക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റസ്, എൻ്റെ വർക്ക് പ്ലേസിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റസ്, എൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അവിടുത്തെ റിലേഷൻഷിപ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ചേഞ്ച്, ഇപ്പോൾ ഉള്ള സ്റ്റേറ്റസ്, എൻ്റെ റിലീജിയസ് സ്റ്റേറ്റസ്. ഏത് റിലീജിയൻ ആണെന്നുള്ളതല്ല, എത്രത്തോളം മൂല്യങ്ങൾ ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം മൂല്യങ്ങൾ ഞാൻ അതിൽ നിന്ന് എടുത്തു. എൻ്റെ സ്പിരിച്വൽ സ്റ്റേറ്റസ്, 10ൽ എനിക്ക് എത്രത്തോളം സ്പിരിച്വാലിറ്റി ആണ് ഞാൻ ഇപ്പോൾ പൊസസ് ചെയ്യുന്നത്. എൻ്റെ അപ്രീസിയേഷൻ ഓഫ് വാട്ട് ഇസ് അറൗണ്ട് മീ, എൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങൾക്ക് ഞാൻ എത്രത്തോളം താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. 10ൽ എനിക്ക് എത്രത്തോളം ഗ്രേറ്റ്ഫുൾനെസ് ആണ് തോന്നുന്നത്. 1 എന്ന് പറയുന്നത് തീരെ കുറവാണ്, 10 എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട്. എനിക്ക് നേച്ചറിനോട് അപ്രീസിയേഷൻ തോന്നുന്നത്. ഭക്ഷണം, എനിക്ക് ഭക്ഷണം ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്, അത് ഉണ്ടാക്കി തരുന്ന ആൾക്കാരനോട് എനിക്കുള്ള നന്ദി എത്രത്തോളമാണ്. ഞാൻ ഭക്ഷണം പറയാൻ കാരണം വേറൊന്നുമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് കിട്ടാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്, കിട്ടിയിട്ടും ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആൾക്കാരും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സോ ഞാൻ ഒരു ലിസ്റ്റ് പോലെ ഞാനിങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സാഹചര്യം, എത്രത്തോളം നിങ്ങൾ ഒരു മനസ്സിനൊരു തുറവി കൊണ്ടുവന്ന് എഴുതുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പറ്റും, അത്രത്തോളം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ബൈ ബിക്കമിങ് ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് ചെറുതായിട്ട് ഡൗട്ട് വരുമ്പോൾ ഒന്ന് കണ്ണടച്ച് ഇരിക്കുക, എന്നിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങൾ വായിച്ചത്. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർന്നിട്ടില്ല. കോൺഷ്യസ്ലി നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം, ബട്ട് സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മൈൻഡ് പറയും വെദർ ഇറ്റ് ഇസ് കംപ്ലീറ്റ് ഓർ നോട്ട്. എന്തോ മിസ് ചെയ്യുന്നുണ്ട്, എവിടെയോ ശരിയല്ലാത്ത പോലെ. ഇത് ഓക്കെ ആണ് ബട്ട് എന്ന് പറയുന്ന സാഹചര്യം വരാം. ദാറ്റ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ ക്ലൂ. സോ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇപ്പൊ എൻട്രി ചെയ്ത് കഴിഞ്ഞു? ഇല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഇന്ന് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡിങ് ആൻ അവയർനെസ് ഓഫ് സെൽഫ്. ഇനി തൊട്ട് താഴെ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതണമെന്നൊന്നുമില്ല, ബട്ട് ഇഫ് യു വോണ്ട് ടു യു ക്യാൻ റൈറ്റ്. എൻ്റെ ഏരിയ ഓഫ് ചേഞ്ച്, ഞാൻ എവിടെയാണ് ഇപ്പൊ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എഴുതി. ഈ കറണ്ട് സിറ്റുവേഷനിൽ നിന്നും ഞാൻ എന്താണ് ചേഞ്ച് വരുത്തേണ്ടത്?
ഏത് ഏരിയയിലാണ് ഞാൻ ചേഞ്ച് വരുത്തേണ്ടത്? എൻ്റെ സ്വഭാവങ്ങളാണോ ഞാൻ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്? എൻ്റെ വൊക്കാബുലറി ആണോ കറക്റ്റ് ചെയ്ത് മുമ്പിലോട്ട് പോകേണ്ടത്? എൻ്റെ തോട്ട് പാറ്റേൺസ് ആണോ മാറ്റി മുന്നോട്ട് പോകേണ്ടത്? എനിക്ക് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണോ മാറ്റി മുന്നോട്ട് പോകേണ്ടത്? എനിക്ക് എൻ്റെ മെന്റൽ എബിലിറ്റീസിൽ വിശ്വാസമില്ലാത്തത് മാറ്റിയിട്ട് വേണോ എനിക്ക് മുമ്പോട്ട് പോകേണ്ടത്? എൻ്റെ കോൺഫിഡൻസ് ലെവൽ, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, എൻ്റെ ബിഹേവിയർ, എൻ്റെ ലാംഗ്വേജ് പാറ്റേൺസ്, എൻ്റെ റിലീജിയസ് പ്രാക്ടീസസ്, അതായത് റിലീജിയൻ മാറണം എന്നുള്ളതല്ല, റിലീജിയസ് പ്രാക്ടീസസ് എങ്ങനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്, സ്പിരിച്വാലിറ്റി, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പിരിച്വാലിറ്റി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിരിച്വാലിറ്റി ആൻഡ് റിലിജിയൻ, അത് മനസ്സിലാക്കാനായിരിക്കും എൻ്റെ ഏരിയ ഓഫ് ചേഞ്ച്. ഇതെല്ലാം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതുക. എനിക്ക് എൻ്റെ ഏരിയാസ് ഓഫ് ചേഞ്ച് വളരെ സിമിലർ ആണ് എൻ്റെ കറണ്ട് സ്റ്റേറ്റും ഏരിയാസ് ഓഫ് ചേഞ്ചും. ഏരിയാസ് ഓഫ് ചേഞ്ച് ഗോളല്ല, ഏരിയാസ് ഓഫ് ചേഞ്ച് ഗോളല്ല, ഗോളിലേക്ക് എത്താനുള്ള, ഗോള് പ്രാപിക്കാനുള്ള നിങ്ങളുടെ ലൈഫിൽ വരുത്തേണ്ട ചേഞ്ചസ്, നിങ്ങളുടെ തോട്ട് പാറ്റേൺസിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ്, നിങ്ങളുടെ ബിഹേവിയറിൽ വരുത്തേണ്ട ചേഞ്ചസ്, ഇതൊക്കെ എല്ലാം മനസ്സിലാക്കേണ്ടതാണ് ഫസ്റ്റ്. ഓപ്പൺനെസ് കൊണ്ടുവരിക എഴുതുമ്പോൾ. ബി ഗ്രേറ്റ്ഫുൾ. ഓരോ കാര്യത്തിനും നിങ്ങളെ തന്നെ അവയർനെസ് കൊണ്ടുവന്ന് എഴുതുമ്പോൾ ബി വെരി താങ്ക്ഫുൾ. Be very thankful for what you have. Be very for what you are about to receive. എത്രത്തോളം നമ്മൾ ആൾക്കാരെ ബ്ലെയിം ചെയ്യും ജീവിതം, അത്രത്തോളം ബ്ലോക്കേഡുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ലൈഫ് ഞാനാണ് ഇൻചാർജ്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്തുമായിക്കൊള്ളട്ടെ, ഇനി ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ ബെറ്റർ ഓർ വേഴ്സ്, രണ്ട് രീതിയിലും പോകാം. ബട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ തോട്ട് പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കണം. ഇനി മുതൽ നമ്മൾക്ക് നെഗറ്റീവ് കൊണോട്ടേഷൻസ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പാടില്ല. സോ എൻ്റെ ലൈഫിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഐ ഹാവ് പോസിറ്റീവ് ഇവന്റ്സ്. സോറി, എൻ്റെ സ്ക്രീനിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും എൻ്റെ ക്യാമറയിൽ. സോ 1, ഐ ഹാവ് പോസിറ്റീവ് ഇവന്റ്സ്, ആൻഡ് 2, ഐ ഹാവ് ലേണിങ്സ്. നെഗറ്റീവ് ഇവന്റ്സ് ഇല്ല, ഐ ഹാവ് ലേണിങ്സ് ഇൻ മൈ ലൈഫ്. രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. ഒന്ന് പോസിറ്റീവ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഗുഡ് ലേണിങ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് കാര്യം, ബിഫോർ വി പ്രാക്ടീസ് ആൻ അഫർമേഷൻ ഫോർ ടുഡേ, ലാസ്റ്റ് ഭാഗം, റൈറ്റ് 5 things that you are grateful for. 5 കാര്യങ്ങൾ നന്ദി തോന്നുന്നത്, നന്ദി സൂചകമായിട്ട് തോന്നുന്ന 5 കാര്യങ്ങൾ എഴുതുക. അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഓരോ സെന്റൻസ് എഴുതുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഇത്. ഇപ്പോ എൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ, ഐ ആം ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈ മദർ കോൾഡ് മീ ടുഡേ മോർണിംഗ് because I felt that I am loved. I am grateful that Ritu was able to understand my feelings yesterday when she called.
because I feel validated. Validation തെറ്റാണ്, യഥാർത്ഥത്തില് തെറ്റാണ്, but for a beginner stage it is always good. I am thankful for this new day that I got because I feel it as a blessing. എനിക്ക് അങ്ങനെ എഴുതാം. 5 കാര്യങ്ങൾ, മിനിമം 3 എഴുതണം. മിനിമം 3 നിങ്ങൾ എഴുതണം. എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് നന്ദി ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെന്ന് തോന്നുന്നത്, ശ്വസിക്കുന്ന വായു, ഇന്ന് എഴുന്നേറ്റതിന്, നിങ്ങൾക്ക് ഒരു വീടും കഴിക്കാനുള്ള ഭക്ഷണം, ബേസിക് നെസസിറ്റീസ് ഉണ്ട്. എ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഡു യു ഹാവ് എ റൂഫ് ഓവർ യുവർ ഹെഡ്? ഒരു വീടുണ്ടോ? ഭക്ഷണം കഴിച്ചോ? കുടിക്കാൻ വെള്ളം കിട്ടിയോ? ധരിക്കാൻ വസ്ത്രങ്ങളുണ്ടോ? യു ആർ ബ്ലെസ്ഡ്. ആലോചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാം. മിനിമം 3 കാര്യത്തിനെങ്കിലും ഗ്രേറ്റ്ഫുൾനെസ് എഴുതുക. കഴിയുമ്പോൾ ഒരു തംസ് അപ്പ് തരണേ. ഡൗട്ടുകൾ ഉണ്ടോ ഗ്രേറ്റ്ഫുൾനെസിന്റെ ഇത് എഴുതുമ്പോൾ? നമ്മളൊരു ഗ്രൂപ്പ് സെഷൻ ആകുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ ഡൗട്ടുകൾ ഉണ്ടാവും, ചില പേഴ്സണൽ കാര്യങ്ങൾ. നോൺ കണ്ടന്റ് ആണ്, ദാറ്റ് ഇസ് വൺ തിങ്. ബട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇറ്റ് ഇസ് എ സേഫ് സ്പേസ്. നിങ്ങൾക്ക് ഇവിടെ ഒതന്റിസിറ്റി കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ ബീങ് ജഡ്ജ്ഡ് സംവെയർ എൽസ്. സോ ഇവിടെ യു ട്രൈ ബീയിങ് ഒതന്റിക്, യു ട്രൈ ബീയിങ് യുവർ സെൽഫ്. നിങ്ങൾ ആരാണോ അതുപോലെ ഇവിടെ ആയിരിക്കുക. ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. എന്താ കണക്കൂട്ടല്? ആ, വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കുമോ? സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു റെഡിയാണെന്നത്. മെല്ലെ ഇനി എഴുതിയിരിക്കുന്നത് ഒന്ന് സ്കിം ചെയ്ത്, വായിക്കാനല്ല, ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ണിങ്ങനെ ഒന്ന് കൊണ്ടുപോയേ. യെസ്, മെല്ലെ കണ്ണുകൾ അടക്കുക. Sit in a very relaxed position, very relaxed position.
ശ്വാസം എടുത്ത് വിട്ടേ. ശ്വാസം എടുത്ത് വിട്ടേ. നിങ്ങൾക്ക് ഇന്ന് ജേർണൽ എൻട്രി എഴുതിയപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കിട്ടിയ ഫീലുകൾ നിങ്ങളുടെ ജേർണൽ എൻട്രി ഇന്ന് എഴുതിയപ്പോൾ ഫീൽ കിട്ടിയ ഇമോഷൻസ്, നിങ്ങൾക്ക് അനുഭവിച്ച ആക്ച്വാലിറ്റിയിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിച്ചേ. നിങ്ങൾക്ക് കിട്ടിയ അവയർനെസ്സിന് യൂണിവേഴ്സിന് നന്ദി പറയുക, നിങ്ങളുടെ ഹയർ പവറിന് നന്ദി പറയുക. I am thankful. I am blessed. ഇന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചതിന്, എനിക്ക് വേണ്ടി നേരത്തെ എൻ്റെ ഈ ഒരു റിതം തെറ്റിച്ച് എനിക്ക് വേണ്ടി ഒരു ചേഞ്ച് വരുത്തിയതിന്, എൻ്റെ പാറ്റേൺ പൊട്ടിച്ചതിന്, എൻ്റെ പാറ്റേൺ മാറ്റാൻ സാധിച്ചതിന് I am thankful. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സെൽഫ് അവയർനെസ് മനസ്സിൽ നിന്നും പുസ്തകത്തിലേക്ക് പകർത്താൻ പറ്റിയതിന് I am thankful. ആദ്യമായിട്ട് തന്നെ ഒരു സ്വയം വിലയിരുത്തൽ എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി I am so happy and I am so thankful. എൻ്റെ ഏരിയ ഓഫ് ഫോക്കസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ I am so grateful. I feel so much of love and gratitude towards myself. എനിക്ക് എന്നോട് തന്നെ ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഫീലിംഗ് ഓഫ് താങ്ക്ഫുൾനെസ്, എന്നോട് തന്നെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കെട്ടിപ്പിടിക്കുന്നത് പോലെ ഫീല് ചെയ്യുക, ആ ചൂടറിയുക. ഒരു കൂട്ടുകാര് ഒരുമിച്ച് കുറെ നാൾ കൂടി കാണുന്ന പോലെ അത്ര അധികം ഹാപ്പിനെസ്സിൽ കെട്ടിപ്പിടിക്കുക നിങ്ങളെ തന്നെ. ഗ്രീറ്റ് ചെയ്യുക, നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. Enjoy the feeling. Enjoy this moment. Feel grateful. സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ചേഞ്ചസിന്റെ ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ബട്ട് ഫോക്കസ് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ആ ഫോക്കസ് കിട്ടിയതിന് നന്ദി പറയുക. തോട്ട്സ് നമ്മൾ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു ക്ലാരിറ്റി, ഒരു മെന്റൽ റിലീഫ്, അത് നിങ്ങൾക്ക് മാത്രമേ അതറിയുള്ളൂ. ഇപ്പോൾ അതെങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. ആ ക്ലാരിറ്റിക്ക് വേണ്ടി നന്ദി പറയുക.
ആ ക്ലാരിറ്റി കിട്ടിയതിന് ബി ഹാപ്പി. ഫീൽ ദ ബ്യൂട്ടിഫുൾ ഫീലിങ്സ്. മെല്ലെ ശ്വാസം എടുത്തേ ഉള്ളിലേക്ക്. ഇൻഹേൽ, എക്സേൽ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയി നടക്കുന്ന ഓരോ കർമ്മങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ, the beating of the heart, your thought process, the breathing, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡെവലപ്മെന്റൽ പ്രോസസ് ചെറുപ്പം തൊട്ട് കിട്ടിയതിൽ ബി ഹാപ്പി, ബി താങ്ക്ഫുൾ. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിന് ബി താങ്ക്ഫുൾ, ബി ഹാപ്പി. Enjoy the feeling. മെല്ലെ രണ്ട് കൈകളും കൂട്ടി തിരുമ്മി കണ്ണുകളിലേക്ക് വെക്കുക. ചൂടറിയുക, ചൂട് മനസ്സിലാക്കുക. Feel the warmth. Feel the warmth in your hands, the blood, the skin, the fingers. ഓരോ ഭാഗത്തേക്കും ആ ചൂടിറങ്ങി പോകുന്നത് ഫീൽ ചെയ്തേ. യെസ്, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. രണ്ട് കൈകളും നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഗുഡ് മോർണിംഗ് പറയുക. ആൻഡ് ഗുഡ് മോർണിംഗ് ടു യുവർ സെൽഫ്. This is the start of the day. ഇതാണ് നിങ്ങളുടെ തുടക്കം. ഇപ്പോഴാണ് നിങ്ങളുടെ തോട്ട്സിന് ക്ലാരിറ്റി വരുന്നത്. ഈ ക്ലാരിറ്റി ഓഫ് തോട്ട്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഡേ. ആൻഡ് ട്രസ്റ്റ് യുവർ എൻറ്റയർ ബിഹേവിയർ സെറ്റ്. ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ചേഞ്ചസ് വിൽ ഹാപ്പൻ സബ്കോൺഷ്യസ്ലി, automatically വരും. So have a beautiful day, have beautiful dreams, and have beautiful feelings of gratitude. Thank you and have a beautiful day once again. Thank you. Thank you, sir. Thank you so much. Yes. Have a nice day. Have a nice Thank you all. Have a Thank you, great day. dear. Yeah. Thank you. Thank you, dears. Thank you. Thank you, Bhuti. Thank you for joining. എക്സസൈസിലായിരുന്നടാ. അതാ